നമസ്കാരം. ആമസോണിലെ ഒരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്ന സമയത്ത് എത്രയാണ് അതിൻ്റെ ചാർജസ് ഈടാക്കുന്നത്? എത്രയാണ് നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് കിട്ടുക? ഇതിനെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു എക്സ്പ്ലനേഷനാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സാധാരണ സെല്ലൊക്കെ ചെയ്യുന്ന സമയത്ത് നല്ല ഓർഡേഴ്സ് വരും. ആമസോൺ നല്ലൊരു എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഫൈനലി നെറ്റ് പ്രോഫിറ്റ് നോക്കുമ്പോൾ വളരെ കുറഞ്ഞ നെറ്റ് പ്രോഫിറ്റാണ് ഉണ്ടാവുക. അത് എങ്ങനെയാണ് മുൻകൂട്ടി കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് ചെറിയൊരു സിആർഎം സോഫ്റ്റ്വെയർ ആണ്. ഒരു ഗൂഗിൾ ഷീറ്റാണ് നിങ്ങൾക്ക് മുമ്പിൽ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ 50 ദിർഹംസിന് വാങ്ങിയ ഒരു പ്രൊഡക്റ്റ്, ഓക്കെ, എത്ര പെർസെൻറ്റേജിലാണ് അത് സെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള നമുക്കൊരു ധാരണ വേണം. ഇപ്പം ഉദാഹരണത്തിന് ഒരു 100%, 100%, അതിൻ്റെ ആ ഒരു പെർസെൻറ്റേജിലാണ് മാർജിൻ വേണ്ടതെന്നുള്ളത് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ കോസ്റ്റ് വരുന്നത് 50 ദിർഹംസ് ആണ്. ഞാൻ 100% പ്രോഫിറ്റ് മാർജിൻ വേണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. അപ്പം സ്വാഭാവികമായിട്ടും സെല്ലിംഗ് പ്രൈസ് വരുന്നത് 100 ദിർഹംസ് ആണ്. അപ്പോൾ എൻ്റെ കോസ്റ്റ് വരുന്നത് 50 ദിർഹംസ്, എൻ്റെ മാർജിൻ ആഗ്രഹിക്കുന്നത് ഞാൻ 100% ആണ്. സെല്ലിംഗ് പ്രൈസ് വരുന്നത് 100 ദിർഹംസ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് വരുന്നത് 50 ദിർഹംസ് ആണ്. ഓക്കെ, ഈ ഒരു ഗ്രോസ് പ്രോഫിറ്റ് എന്നല്ല ആമസോണിന് കമ്മീഷൻസും കാര്യങ്ങളും ഒന്ന് ചാർജ് ചെയ്യുന്നത്, സെല്ലിംഗ് പ്രൈസ് എന്നാണ്. എത്ര ദിർഹംസിനാണോ സെല്ല് ചെയ്യുന്നത് ആ ദിർഹംസിൻ്റെ സെല്ലിംഗ് പെർസെൻറ്റേജ് ആണ്, സെല്ലിംഗ് പ്രൈസ് എന്നാണ് ഈ ഒരു കമ്മീഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുക. ഡയറക്റ്റ് ആയിട്ട് വരുന്നത് മാക്സിമം 50% കമ്മീഷനാണ്. അത് ഫാഷൻസ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ കാറ്റഗറി അതിനനുസരിച്ച് കമ്മീഷൻ റേഞ്ചും മാറും. 8, 10, 5, 15 ഇങ്ങനെ പല പല റേഞ്ചുള്ള കമ്മീഷനാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 50% കമ്മീഷനാണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം എനിക്ക് വരുന്നത് സെല്ലിംഗ് പ്രൈസ് വരുന്നത് 100 ദിർഹംസ് ആണ്. എനിക്ക് ഗ്രോസ് പ്രോഫിറ്റ് 50 ദിർഹംസ് കിട്ടി. അപ്പോൾ അതർ എക്സ്പെൻസ് ഞാനൊരു 5% ആഡ് ചെയ്തു. അങ്ങനെ ഒരു 5 ദിർഹംസ് അവിടെ കട്ടായി. ആമസോണിൻ്റെ കമ്മീഷൻ ഒരു 15% അവിടെ കട്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പിന്നെ അതിൻ്റെ വെയിറ്റ് എന്ന് പറയുമ്പോൾ ആമസോൺ തരുന്നത് 1 kgൻ്റെ അകത്താണെന്നുണ്ടെങ്കിൽ, 1 kgൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിലാണ് 14 ദിർഹംസ് 15 ദിർഹംസ് ആമസോൺ ഡെലിവറി ചാർജ് വാങ്ങുന്നത്. ഓക്കെ, അതിന് മുകളിലേക്ക് വെയിറ്റ് വരുമ്പോൾ ഓരോ ഇതിനനുസരിച്ചും സ്ലാബ് മാറ്റം വരുന്നുണ്ട്. അപ്പോൾ അതിന് വോളിയം മെട്രിക്കാണ് അതിൻ്റെ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഒരു പ്രൊഡക്റ്റ്, ആ ഒരു പ്രൊഡക്റ്റ് ഇപ്പം ഒരു പ്രൊഡക്റ്റ് ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 2 kg ആണ്. ഓക്കെ, 2 kg ആണ് ഇതിൻ്റെ വെയിറ്റ് എന്നെങ്കിൽ ആമസോൺ ഈ 2 kgൻ്റെ വെയിറ്റ് ആണ് ചാർജ് ചെയ്യുക. പക്ഷേ ഇതിന് ഹൈറ്റ്, വിഡ്ത്ത്, ലെങ്ത് നോക്കുമ്പം വെയിറ്റിലേറെ കുറവായിരിക്കും വരുന്നുണ്ടാവുക. പക്ഷേ ഇതിന് ഒരു 20 ഗ്രാമേ ഉള്ളൂ, അല്ലെങ്കിൽ 50 ഗ്രാമേ ഉള്ളൂ വരുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആമസോൺ ഇതിന് ചാർജ് ചെയ്യുന്നത് മിനിമം ആ ഒരു 15 ദിർഹംസ് ആയിരിക്കും. അതായത് മിനിമം സ്റ്റാർട്ടിങ് വരുന്നത് 14.50, അങ്ങനെ ടാക്സ് അടക്കം 15 ദിർഹംസ് ആണ് ഇതിൻ്റെ ചാർജസ് വരുന്നത്. പിന്നെ അപ്പം ഇതിൻ്റെ വോളിയോമെട്രിക്കിൻ്റെ KG അനുസരിച്ച് എന്ത് ചെയ്യും, ഇതിൻ്റെ ഡെലിവറി ചാർജസ് കൂടാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് ഒരു ലഗേജ്, ഓക്കെ, ലഗേജ് വെയിറ്റ് നോക്കുമ്പോൾ ഒരു 2 kg അല്ലെങ്കിൽ 3 kg വെയിറ്റ് കാണുള്ളൂ. പക്ഷേ അതിൻ്റെ വോളിയോമെട്രിക് നോക്കുമ്പോൾ ഏകദേശം ഒരു 10-12 kg വരും. ഒരു 12 kgൻ്റെ ചാർജാണ് ആമസോൺ അതിനകത്ത് കട്ട് ചെയ്യുക എന്നാണ് ചുരുക്കമായി പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഡെലിവറി ചാർജ് വരുന്നുണ്ട്. ഡെലിവറി ചാർജ് എനിക്ക് വന്നിട്ടുള്ളത് ഇപ്പോൾ ഈ വോളിയോമെട്രിക് അനുസരിച്ചുള്ളത് ചാർജാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഡെലിവറി ചാർജ് വരുന്നത് പിന്നെ 15 ദിർഹംസ് ആണ് ഡെലിവറി ചാർജ് വരും. ഓക്കെ, അപ്പോൾ കസ്റ്റമർ കയ്യിൽ നിന്നും ആമസോൺ അതിൽ നിന്ന് ഒരു 10 ദിർഹംസ് വാങ്ങും. നമ്മൾ അതിൽ സെറ്റ് ചെയ്തിട്ടുണ്ടാവും എത്രയാണ്, 100 ദിർഹംസിന് മുകളിൽ ഫ്രീ ഡെലിവറി. അങ്ങനെയാണെങ്കിൽ അതിൽ ആ ഒരു എമൗണ്ട് ഇതിനകത്ത് മൈനസ് ചെയ്യേണ്ടി വരും. അതല്ല 100 ദിർഹംസിന് താഴെ ആണെന്നുണ്ടെങ്കിൽ, 15 ദിർഹംസ് ആണെന്നുണ്ടെങ്കിൽ, ഡെലിവറി ചാർജ് 15 ദിർഹംസ് ആണെങ്കിൽ അതിൽ ആമസോൺ വരുന്നത് 10 ദിർഹംസ് കസ്റ്റമർ കയ്യിൽ നിന്ന് വാങ്ങിക്കും. ഓക്കെ, അങ്ങനെ ഇവിടെ കോസ്റ്റ് വരുന്നത് അപ്പോൾ 5 ദിർഹംസേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഫൈനലി നെറ്റ് പ്രോഫിറ്റ് എനിക്ക് വരുന്നത് 24 ദിർഹംസ് ആണ്. ഏകദേശം 24% ആണ് ഇതിനകത്ത് നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് വരുന്നത്. അപ്പം ഈ ഒരു കാൽക്കുലേഷൻ മനസ്സിലാകാതെ നമ്മൾ വെറുതെ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്ത് ഓക്കെ എനിക്ക് ഇത്ര പെർസെൻറ്റേജ് മാർജിൻ ഉണ്ട്, 50% മാർജിൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് അതിൻ്റെ കാൽക്കുലേറ്റർ എടുത്ത് നോക്കുമ്പോൾ ഒരു പക്ഷേ ലോസിലാകും. അങ്ങനെ പല ആളുകളും മെസ്സേജസും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ അനുസരിച്ചാണ് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ വിശദാംശങ്ങളും, ഇതിൽ വരുന്ന ലേറ്റസ്റ്റ് വരുന്ന കാര്യങ്ങളൊക്കെ കമ്മ്യൂണിറ്റിയിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ
താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ CM എന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഈ നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്യുക. ഓക്കെ. ഇതിന് ലൈവായിട്ടുള്ള ഒരു അടുത്ത വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എത്രയാണോ അതിൻ്റെ സെല്ലിംഗ് പ്രൈസും കോസ്റ്റിങ്ങും ബാക്കിയുള്ള പെർസെൻറ്റേജ് എത്ര, ആമസോണിൻ്റെ ഫീസ് എത്രയാണ് കട്ടാവുന്നത്, അഡ്വർടൈസ്മെൻറ്റ് കോസ്റ്റ് എങ്ങനെയാണ്, അങ്ങനെ എല്ലാ എക്സ്പെൻസും കട്ട് ചെയ്തിട്ട് ഫൈനലി എത്ര പെർസെൻറ്റേജ് ആണ് ഓരോ പ്രൊഡക്റ്റും കിട്ടുന്നത് എന്നുള്ളൊരു നെക്സ്റ്റ് വീഡിയോ വരുന്നുണ്ട്. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.